തിരുവനന്തപുരം ചാക്കയിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. രഹസ്യറയിൽ സൂക്ഷിച്ച 12 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. MDMAയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ചാക്ക ഐറ്റിയുടെ സമീപത്തു നിന്നുള്ള വീട്ടിൽ നിന്നാണ് അസാധാരണമായ ചില കാര്യങ്ങൾ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീടിന്റെ അകത്താണ്. ഈ വീടിന്റെ അകത്ത് ഇങ്ങനെയുള്ള രഹസ്യ അറകൾ, അത് നമുക്കതാ ഇങ്ങനെ സാധാരണഗതിയിൽ കണ്ടാൽ അത് അറയാണെന്ന് തോന്നുന്നില്ല, പക്ഷേ അതിനകത്ത് രഹസ്യ അറകൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. മാത്രമല്ല പ്രതിയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 12 കിലോ കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നതാണ്. ചാക്ക സ്വദേശിയായിട്ടുള്ള അനീഫ് ഖാൻ. ആ അനീഫ് ഖാനാണ് പിടിയിലായിട്ടുള്ളത്. നേരത്തെയും ഈ ചില വിവരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇയാളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മുൻപും ഇയാൾ നാർക്കോട്ടിക് കേസുകളിൽ പ്രതിയാണ് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഈ വീടിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ അതുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും സമാനമായ രീതിയിൽ ചില അറകളൊക്കെ അറകൾ നിർമ്മിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതും നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ കൂടുതൽ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഈ കഞ്ചാവ് എന്ന് പറയുന്നത്. 12 കിലോ കഞ്ചാവും അതേപോലെ തന്നെ ഇത് തൂക്കാനുള്ള ചില മെഷീനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും കണ്ടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അല്പസമയം മുൻപാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ കവറുകളിലായി ഈ കഞ്ചാവുകൾ സൂക്ഷിച്ചിരുന്നു. ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുണ്ട് ഉള്ളത്. അതായത് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള ലഹരി വിൽപ്പന നടത്തിയത് ഇയാളാണ് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയും. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉന്മേഷ് പ്രേക്ഷകർക്ക് മുൻപിൽ കാണിക്കാം. അതായത് ലഹരിക്കടത്തിന്റെ പലതരത്തിലുള്ള വഴികൾ അതുകൂടി നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ഈ വീടിന്റെ ബാത്റൂം എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്, ബാത്റൂമാണ്. ഈ ബാത്റൂമിന്റെ അകത്തും ഈ രഹസ്യ അറകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ തുറക്കുന്ന സാധാരണ നമ്മളുടെ ഒരു അറ, നമ്മൾ ഈ വാഷ് ബേസിൻ്റെ ഒക്കെ താഴെ കാണുന്ന ഒരു അറയായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന തരത്തിലേക്ക് ഇത് റിമൂവ് ചെയ്ത് മാറ്റി ഇതിനുള്ളിൽ ഇതിന് താഴേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ അതുകൂടി ഈ രഹസ്യ അറയാക്കി ഇവിടെയൊക്കെ ലഹരി സൂക്ഷിക്കുന്ന രീതിയായിരുന്നു. ഇതാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീടിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപക്ഷെ സമാനതകളില്ലാത്ത രീതിയിൽ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാകില്ല. ആ രീതിയിലുള്ള ഒരു കഞ്ചാവ് വേട്ട അത് വീട്ടിൽ നിന്നാണ്. ഇയാളുടെ വീട് തന്നെയാണ് നമ്മളിപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ അടക്കം പ്രതികരണം ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ. 12 കിലോ കഞ്ചാവ് അതേപോലെ തന്നെ MDMA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണ് പിടികൂടിയിട്ടുള്ളത്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനകൾ നടത്തുന്നത്. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ അനീഫ് ഖാൻ എന്ന് പറയപ്പെടുന്ന ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപും സമാനമായ രീതിയിൽ ചില കാര്യങ്ങൾ അത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്നു. ആ സ്ക്വാഡിന്റെ കൂടി പരിശോധന ഇപ്പോൾ ഇവിടെ ഈ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. നമുക്ക് കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അല്പസമയം മുൻപ് ഒരു മണിക്കൂർ മുൻപാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. അത് വളരെ വിജയകരമായി തന്നെ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. 12 കിലോ കഞ്ചാവ് ഈ MDMAയുടെ തൂക്കം അവർ തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും MDMAയും പിടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ ചാക്ക ITIക്ക് സമീപം ഇയാൾ താമസിച്ചിരുന്ന വീടിന്റെ പലതരത്തിലുള്ള രഹസ്യ അറകൾ, ആ രഹസ്യ അറകൾ ഈ ബാത്റൂം സ്പേസ് അടക്കമുള്ള കാര്യങ്ങൾ രഹസ്യ അറ അത് വലിയ അറകളാണ്. ആ അറകൾ സൂക്ഷിച്ചിട്ടാണ് ഇവർ ഈ രീതിയിൽ. ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്, അവരുടെ പ്രതികരണം കൂടി നമുക്ക് ഈ ഘട്ടത്തിലെടുക്കാം. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ഥിരമായ ഒരു കച്ചവടക്കാരനാണ്. ഇപ്പം തന്നെ 3 കേസിൽ കൂടുതൽ പ്രതിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായി അദ്ദേഹത്തിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ നമ്മുടെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പരിശോധന. അത് ഇയാൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇദ്ദേഹം നേരത്തെ തന്നെ പ്രതിയാണ്. ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി നമ്മൾ ഈ പഴയ കാലത്തുള്ള പ്രതികളെ എല്ലാം നിരീക്ഷിച്ചു വരുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് നേരത്തെ 2 കിലോ കഞ്ചാവും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ 20 കിലോ കഞ്ചാവിലും ഒക്കെ ഞങ്ങൾ സ്റ്റേറ്റ് സ്ക്വാഡും എക്സൈസും തന്നെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന് നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 ആഴ്ച ഇദ്ദേഹം വീട്ടിൽ തന്നെ കച്ചവടം നടത്തുന്നതായിട്ട് നമുക്കൊരു അറിവ് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറയുണ്ടാക്കുന്നത് പുള്ളിക്കൊരു ഹോബിയാണ്. വാഹനത്തിൽ നേരത്തെ ഓമ്നി വാനിൽ ഒരു അറയുണ്ടാക്കിയാണ് നമ്മൾ 20 കിലോളം കഞ്ചാവ് പിടിച്ചിട്ടുള്ളത്. ഇപ്പൊ 2 വീട്ടിനകത്ത് തന്നെ 2 അറയുണ്ട് അദ്ദേഹത്തിന്. വിചിത്രമായ സംഭവമാണ്. സാറിന് നിങ്ങളൊരു നിരീക്ഷണത്തിലൊക്കെ ഇങ്ങനത്തെ അറകൾ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ? അല്ല, വീടുകളിൽ കയറിയാൽ ഞങ്ങൾ മാക്സിമം പരിശോധിക്കാറുണ്ട്. ഇങ്ങനെ അറയുണ്ടോ, ഏതാണ്, എന്താണെന്നുള്ളത് വ്യക്തമായി പരിശോധിക്കാറുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം പിന്നെ അറ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനാണെന്നുള്ള ഒരു പൊതുവായ ധാരണ നമ്മുടെ എക്സൈസിനകത്തുണ്ട്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീടിനകത്ത് അറയുള്ളതായിട്ട് നമുക്കൊരു കയറി മാക്സിമം പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് സാർ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്? ഏകദേശം 12 കിലോയോളം 11-12 കിലോയോളം കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ MDMA-യുടെ ഈ ചെറിയ പൊതി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ MDMA കച്ചവടം ചെയ്യുന്ന കവറുകൾ, ചെറിയ കവറുകൾ, MDMA തൂക്കുന്ന മെഷീൻ, അങ്ങനെ ഈ പറഞ്ഞ അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കച്ചവടക്കാരനാണ്. വിൽപ്പനക്കാരനാണ്. ഹോൾസെയിലായിട്ടും ചില്ലറയായിട്ടും കച്ചവടം ചെയ്യുന്നത്. കാരണം ചില്ലറ കച്ചവടത്തിനായിട്ട് ഒരു കവർ നിറച്ച് ചെറിയ 100 ഗ്രാം 200 ഗ്രാം കഞ്ചാവുകൾ തൂക്കി അദ്ദേഹം വെച്ചിട്ടുണ്ട്. എന്താണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ച വിവരം. വിചിത്രമായ ഒരു സംഭവമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ വാഹനങ്ങളിൽ അറയൊക്കെ കണ്ടിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് ആ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന കഞ്ചാവ്. അതൊരു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് പിടിച്ചെടുത്ത ഉടനെയുള്ള കഞ്ചാവാണ്. 12 കിലോ കഞ്ചാവ്. അത് വിൽപ്പനയ്ക്ക് വേണ്ടി, അത് പല പൊതികളിലായി വിൽപ്പനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ പൊതികളുണ്ട്, ചെറിയ പൊതികളുണ്ട്. ഇത് ഈ അറകളിൽ സൂക്ഷിച്ച് ഇത് ആവശ്യാനുസരണം ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇയാൾ. അപ്പുറത്തേക്ക് മറ്റൊരു ബോക്സ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ രീതിയിൽ രഹസ്യാറ അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച അവിടെയാണ് ഈ വിൽപ്പന നടത്തി വന്നത്. അതാണ് ഇപ്പോൾ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത്. അതായത് ഈ കച്ചവടം ചെയ്യാനുള്ള ത്രാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വലിയ ഹോൾസെയിൽ കച്ചവടം തന്നെ, ലഹരിയുടെ ഒരു ഹോൾസെയിൽ കച്ചവടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രദേശം പ്രത്യേകിച്ച് ഈ ഓൾ സയൻസ് കോളേജ് അപ്പുറത്തേക്കുണ്ട്, ചാക്ക ITI ഉണ്ട്. അപ്പോൾ അവിടെ അടക്കം വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഇയാൾ കച്ചവടം നടത്തുകയായിരുന്നോ എന്നുള്ളതടക്കം വിശദമായ ഒരു പരിശോധന നടത്തും. ഇയാളെ മുൻപും നർക്കോട്ടിക് കേസുകളിൽ പിടിയിലായിട്ടുള്ള ഒരാളായിരുന്നു. ഉന്മേഷ്. ഷഫീദ്, ഇത് ഇത്തരത്തിലൊരു ദൃശ്യം അടുത്തിടെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ വീട്ടിൽ ഇങ്ങനെ അറകൾ ഉണ്ടാക്കി അവിടെ കഞ്ചാവ് സൂക്ഷിക്കുക. ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെയും കേസിൽ പ്രതിയാണെന്ന്. അപ്പോൾ ഈ വീട്ടിൽ വെച്ച് വിൽപ്പന നടന്നു എന്നാണോ ഉദ്യോഗസ്ഥർ പറയുന്നത്? ഉന്മേഷ്, അത് തെളിയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വീടിനകത്തുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മറ്റുദ്യോഗസ്ഥർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു ഒറ്റ സംശയം, നമ്മൾ ഇത് വിൽപ്പന എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. 100% വിൽപ്പനയ്ക്കാണല്ലോ ഈ കവറും ഇത് പാക്കറ്റ് ഹോൾസെയിൽ സാധനമാണിത്. അപ്പോൾ ഇത് ലൂസായിട്ട് വരുന്നത് വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ലൂസായിട്ട് വെക്കുന്നത്. അല്ലാതെ പിന്നെ മാത്രമല്ല ഈ കവറുകൾ നിങ്ങൾക്കത് പരിശോധിക്കാം. ഈ കവറുകൾ പിന്നെ ഈ ചെറിയ കവറുകൾ, ഇത് MDMA പോലുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ കവറുകൾ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആവശ്യം പോലെ കിട്ടി നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ക്വാണ്ടിറ്റിയിലാണെന്നോ സാർ? പല ക്വാണ്ടിറ്റി. ഇത് കഞ്ചാവ് വയ്ക്കാൻ വേണ്ടിയാണ് ഈ സാധനം, ഈ പോളിത്തീൻ കവർ വെച്ചിരിക്കുന്നത് കഞ്ചാവ് കൊണ്ടുപോകാനും, ഈ പോളിത്തീൻ കവർ വെച്ചിരിക്കുന്നത് MDMA കൊണ്ടുപോകാനുമാണ്. ഇത് ലൂസ് വിൽപ്പനയ്ക്ക് തന്നെയാണ് ഈ കവറുകൾ വെച്ചിരിക്കുന്നത്. പുള്ളി ഇതിപ്പം നമ്മൾ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തന്നെയാണ് ഈ ഹനീഫ് ഖാൻ്റെ 3ാമത്തെ കേസാണ് ഇത് എടുക്കുന്നത്. ഹനീഫ് ഖാൻ സ്ഥിരമായി കഞ്ചാവ് കച്ചവടം നടത്തുന്ന ഒരാളാണ്. അയാൾ ആന്ധ്രയിൽ പോയാണ് സാധനം എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏതായാലും ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരത്തെ കഞ്ചാവ് പിടികൂടിയത്.